ഈശോയെ സ്തുതി, യേശുവെ നന്ദി. എന്നെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കി ഉയർത്തിയതിന് ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി. എൻ്റെ പേര് മെറിൻ. ഞാൻ കോട്ടയം ലിറ്റിൽ ഫ്ലവർ ചർച്ചിൽ നിന്ന് വരുന്നു. സംക്രാന്തി. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 5 ജൂലൈ 2023 ഇത് ഇപ്പോൾ എൻ്റെ 4ാമത്തെ ഉടമ്പടിയാണ് ഇന്ന് ഞാൻ പുതുക്കിയത്. ഇതിപ്പോൾ എൻ്റെ 2ാമത്തെ സാക്ഷ്യമാണ്. ആദ്യം ഞാൻ സാക്ഷ്യം പറഞ്ഞത് എൻ്റെ OET ക്ലിയർ ആയതിനെപ്പറ്റിയും അങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റിയൊക്കെ ആയിരുന്നു. ഇന്ന് ഞാൻ സാക്ഷ്യം പറയാൻ വന്നിരിക്കുന്നത്, ഞാൻ OET ക്ലിയർ ആയതിനു ശേഷം ഞാൻ ഓസ്ട്രേലിയയുടെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു. അതിനായിട്ട് ആദ്യമായിട്ട് ഞാൻ IQN എന്ന എക്സാം ചൂസ് ചെയ്തു. അപ്പോൾ ആ എക്സാമിന് വേണ്ടി ഞാൻ ബാംഗ്ലൂർ പോയി. അപ്പോൾ അതിന് മുമ്പായിട്ട് മാതാവ്, അപ്പോൾ ആ സമയത്തെല്ലാം ഞാൻ ഉടമ്പടിയിലായിരുന്നു, പ്രാർത്ഥനയിൽ കണ്ടിന്യൂ ചെയ്തു പോന്നു. അപ്പോൾ എനിക്ക് മാതാവ് കൃത്യമായിട്ട് എനിക്ക് വളരെ ആകസ്മികമായിട്ട് എൻ്റെ ഹോസ്പിറ്റലിൽ തന്നെ വർക്ക് ചെയ്യുന്നൊരു മകളെ എനിക്ക് കൂട്ടായി തന്നു. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് അങ്ങനെ ബാംഗ്ലൂരിൽ ഈ IQNൻ്റെ എക്സാം എഴുതാൻ പോയി. അപ്പോൾ എല്ലാം ഞാൻ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിക്കുകയും അതുപോലെ തന്നെ അവിടെ വെച്ച് ഞാൻ എക്സാമിന് മുമ്പായിട്ട് തന്നെ അവിടുത്തെ സെൻറ്റ് മേരീസ് ബസിലിക്കയിൽ പോയി കുർബാന കാണുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തു. അതുപോലെ തന്നെ അന്ന് എൻ്റെ കയ്യിൽ പത്രമോ അതുപോലെയുള്ള ഈശോയെ സാക്ഷ്യപ്പെടുത്താനുള്ള ഒന്നും എൻ്റെ കയ്യിൽ അന്നില്ലായിരുന്നു. അപ്പോൾ എൻ്റെ കയ്യിൽ ആകെ ഉണ്ടായിരുന്നത് ജപമാലയെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ലീഫ്ലെറ്റായിരുന്നു. അപ്പോൾ ഞാൻ അത് കോപ്പിയെടുത്ത് അവിടെയുള്ള കുറേ പേർക്ക് ഞാൻ അത് വിതരണം ചെയ്തു. അതിനുശേഷം അതുപോലെ തന്നെ എക്സാമിൻ്റെ സമയത്താണെങ്കിലും ഞാൻ ഉപ്പിട്ടൊക്കെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. നേർച്ച വസ്തുക്കളെല്ലാം ഉപയോഗിച്ചു. അതുപോലെ തന്നെ കൃത്യമായിട്ട് പ്രദക്ഷിണ പ്രാർത്ഥന, ഉടമ്പടി പ്രാർത്ഥനയെല്ലാം ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ എനിക്ക് ആ എക്സാം കഴിഞ്ഞു. കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു പറഞ്ഞാലും ഏതാണ്ട് 1-2 മണിക്കൂറിനുള്ളിൽ റിസൾട്ട് വന്ന് എനിക്ക് പാസ്സായി. അതാണ് എൻ്റെ 1ാമത്തെ സാക്ഷ്യം. 2ാമത്തെ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ, അതിനുശേഷം അതിൻ്റെ അടുത്ത പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ, ഞാൻ ന്യൂസിലാൻഡ് വഴിയാണ് ഓസ്ട്രേലിയയിലേക്കുള്ള പ്രോസസ്സിങ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ന്യൂസിലാൻഡിൽ പോയി എനിക്ക് OSCE എന്ന എക്സാം എഴുതണമായിരുന്നു. അതിനായിട്ട് ഞാൻ OSCE എക്സാമിനായിട്ട് ഞാൻ പ്രിപ്പയർ ചെയ്തു. പക്ഷേ ഞാൻ ഒത്തിരി സീരിയസ്നെസ്സൊന്നും എനിക്കും അറിയില്ലായിരുന്നു. അതായത് കിട്ടാൻ ബുദ്ധിമുട്ടാണെന്നുള്ള കാര്യങ്ങളൊന്നും എനിക്ക് ഒത്തിരി അറിയില്ലായിരുന്നു. പക്ഷേ ഞാൻ അവിടെ ചെന്ന് കോഴ്സ് അറ്റൻഡ് ചെയ്യാനൊക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് ഇതിൻ്റെ ബുദ്ധിമുട്ടിനെ പറ്റിയൊക്കെയുള്ള കാര്യങ്ങൾ എനിക്ക് കൂടുതൽ വ്യക്തത കിട്ടിയത്. അതുകഴിഞ്ഞ് അതുപോലെ തന്നെ എൻ്റെ കൂട്ടത്തിൽ ഇതുപോലെ തന്നെ ആ കൂട്ടുകാർ തന്നെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, മാതാവ് തന്നെ. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി. അതുപോലെ തന്നെ എൻ്റെ കൂട്ടത്തിൽ താമസിച്ചിരുന്ന കുറേ പേരും ഉണ്ടായിരുന്നു. അപ്പം എല്ലാവരും ഒത്തിരിയധികം ടെൻഷൻ അടിച്ചിട്ടാണ് ഇതെല്ലാം പ്രിപ്പയർ ചെയ്തത്. കാരണം അത്യാവശ്യം നല്ല രീതിയിൽ എക്സ്പെൻസ് ഉണ്ട് ഇതിനെല്ലാം. അപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ച് ആ സമയത്ത് ഞാൻ അവിടെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരോടും കൃപാസനത്തെ പറ്റി പറയുകയും മാതാവിൻ്റെ ഉടമ്പടി വസ്തുക്കൾ അവരുടെ എല്ലാ എക്സാമിനും ഒക്കെ ഞാൻ അവരുടെ നെറ്റിയിലൊക്കെ കുരിശ് വെച്ച് കൊടുക്കത്ത് അങ്ങനെ പ്രാർത്ഥിച്ചായിരുന്നു. അതിനുശേഷം ഞാൻ എക്സാമിനായിട്ട് പോയി. എക്സാമിനായിട്ട് പോകുന്നതിന് മുമ്പ് തന്നെ എനിക്ക് ആ ഒത്തിരിയധികം ടെൻഷൻ അടിച്ചിരുന്ന ആ സമയങ്ങളിലെല്ലാം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അന്ന് ഒരു ദിവസം ഞാൻ അങ്ങനെ അവിടെ വെച്ച് എനിക്ക് മാതാവിൻ്റെ മഴവില്ല് കാണാനായിട്ട് എനിക്ക് സാധിച്ചു. അപ്പോൾ ആ മഴവില്ല് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി മാതാവ് കൂടെ ഉണ്ടെന്നുള്ളതും ഈ മാതാവിൻ്റെ ആ ഉടമ്പടി മാതാവിൻ്റെ മുൻപിൽ ചെയ്ത ആ ഉടമ്പടി മാതാവ് ഓർക്കുന്നുണ്ടെന്നുള്ളതും എനിക്ക് മനസ്സിലായി. പൂർണ്ണമായിട്ടത് എനിക്ക് മാതാവിൻ്റെ പ്രത്യേക ഒരു കൃപയായിരുന്നു. അതിനുശേഷം ഞാൻ എക്സാമിനായിട്ട് പോയപ്പോഴേക്ക് അവിടെയാണല്ലോ എല്ലാ എക്സാമിനേഴ്സും ഗ്രേ കളറിലുള്ള ഡ്രസ്സായിരുന്നു ധരിച്ചിരുന്നത്. അതുപോലെ തന്നെ അവിടെ ചെന്നിട്ടാണെങ്കിലും എക്സാം ഓരോ സ്റ്റേഷനും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്ക്. ആദ്യത്തെ ഒരു 2 സ്റ്റേഷൻ കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് കാര്യങ്ങൾ പോകുന്നതായിട്ട് എനിക്ക് തോന്നി. ആ സമയത്തൊക്കെ ഈശോയെ മാതാവേ, എൻ്റെ കയ്യിൽ നിന്ന് കാര്യങ്ങളെല്ലാം പോവുകയാണ്, നിൻ്റെ കൃപ കൊണ്ട് മാത്രമേ എനിക്ക് പാസ്സാകാൻ പറ്റുള്ളൂ. അപ്പോൾ അടുത്ത സ്റ്റേഷനിൽ 3ാമത്തെ സ്റ്റേഷൻ മുതൽ മാതാവ് എൻ്റെ കൂടെ വരണമെന്ന് പറഞ്ഞ് ഞാൻ മാതാവ് എൻ്റെ കൈ പിടിക്കുന്നതായിട്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എക്സാമിനായിട്ട് അടുത്ത ഓരോ സ്റ്റേഷനായിട്ട് ഞാൻ പോയി. അപ്പോൾ ആ സ്റ്റേഷനെല്ലാം പോയപ്പോൾ എനിക്ക് പൂർണ്ണമായിട്ടൊന്നും ചെയ്യാൻ പറ്റിയെന്നോ ഒന്നും എനിക്ക് തോന്നിയില്ല. പക്ഷേ എന്നിരുന്നാലും എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഒത്തിരി ടെൻഷൻ അടിച്ചിട്ട് തന്നെയായിരുന്നത്. പാസ്സാകുമോ ഇല്ലയോ എന്നൊന്നും ആർക്കും അറിയത്തില്ല. എങ്ങനെയാണ് അതിൻ്റെ ക്രൈറ്റീരിയ എന്ന് പോലും അറിയില്ലായിരുന്നു ആ സമയങ്ങളിൽ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു പോകുന്ന സമയത്ത് ഞാൻ ഒത്തിരി വിഷമിച്ചിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പോൾ പോകുന്ന സമയത്തെല്ലാം ഞാൻ ഫ്ലൈറ്റിരുന്നൊക്കെ ആണെങ്കിലും എനിക്കൊത്തിരി സങ്കടം വന്ന് ഞാൻ കരഞ്ഞിട്ടാണെങ്കിലും ബൈബിൾ വായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടാണ് ഞാൻ പോകുന്നത്. അത് കഴിഞ്ഞ് വന്ന് ഇങ്ങനെ ഞാൻ പ്രാർത്ഥനയിൽ കണ്ടിന്യൂ ചെയ്തു. ഇതെല്ലാം കഴിഞ്ഞ് ഇത് ജനുവരിയിലായിരുന്നു ഈ OSCE നടന്നത്. അപ്പോൾ അതിനുശേഷം
കുറച്ചുകൂടെ പിന്നെ ഞങ്ങളുടെ റിസൾട്ട് മാത്രം കുറച്ച് ഡിലേ ആയിരുന്നു. അങ്ങനെ ഡിലേ ആയി. ഞാൻ അന്നേരം പ്രാർത്ഥിച്ചു, മാതാവേ, ഫെബ്രുവരിയിൽ എൻ്റെ ബർത്ത്ഡേ ആണ്, മാതാവേ എനിക്ക് ആ ബർത്ത്ഡേക്ക് ഒരു ഗിഫ്റ്റ് തരണേ, എനിക്ക് ആ ഓസ്കി പാസ്സാക്കി തരണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അപ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ച് കൊണ്ടിരുന്നു. അങ്ങനെ കൃത്യം എൻ്റെ ബർത്ത്ഡേ ഫെബ്രുവരി 10 രാവിലെ തന്നെ എനിക്ക് റിസൾട്ട് വന്നു, എനിക്ക് ഓസ്കി പാസ്സായി എന്നുള്ളത്. മാതാവിൻ്റെ ഒറ്റ കൃപ കൊണ്ട് മാത്രമാണ് എനിക്കത് സാധ്യമാക്കി കിട്ടിയത്. കാരണം ഞങ്ങൾ ഒരു 60 പേര് എഴുതിയിരുന്നു, മലയാളികളായിട്ടും അല്ലാതെ ഒരുപാട് മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നുള്ളവരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ആകെ ഒരു 3 പേരോ 4 പേരോ മൊത്തത്തിൽ പാസ്സായിട്ടുള്ളൂ. അതിലൊരാളായിട്ട് ദൈവം എന്നെ ഉയർത്തി. അതിന് ഈശോയ്ക്ക് മാതാവിന് ഒത്തിരി നന്ദി പറയുന്നു. അതാണ് എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം. പിന്നീട് വീണ്ടും പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് എനിക്ക് OETയുടെ റൈറ്റിങ്ങിൽ എനിക്ക് C+ ആയിരുന്നത് ബി ആകണമായിരുന്നു എനിക്ക് വിസ പ്രോസസ്സ് ചെയ്യുന്നതിന് വേണ്ടി. അപ്പോൾ വിസ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി ഞാൻ വീണ്ടും റൈറ്റിംഗ് ഒന്നുകൂടെ എഴുതി. അപ്പോൾ അന്നേരമൊക്കെ ഞാൻ ഉടമ്പടി വസ്തുക്കൾ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ചുകൊണ്ട് മാതാവിൻ്റെ കാശുരൂപവും എപ്പോഴും ഞാൻ കൂടെ കരുതിക്കൊണ്ടാണ് ഞാൻ പോയത്. അപ്പോൾ അവിടെ ആ എക്സാമിനും എനിക്ക് അതുപോലെ തന്നെ ഫസ്റ്റ് ചാൻസ് തന്നെ എനിക്ക് കിട്ടി. മാതാവിനെ അനുഗ്രഹിച്ചു. അങ്ങനെ എനിക്ക് ഓസ്ട്രേലിയയുടെ പ്രോസസ്സിങ് ഉടൻ തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ സാധിച്ചു. അതുപോലെ തന്നെ ന്യൂസിലാൻഡിൻ്റെ രജിസ്ട്രേഷനും കാര്യങ്ങളും എല്ലാം വളരെ സ്മൂത്തായിട്ട് തന്നെ എനിക്ക് ഓസ്ട്രേലിയയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം മാതാവ് വളരെ കൃത്യമായിട്ട് വഴിയൊരുക്കി തന്നു. പിന്നീട് ഞാൻ വിസയുടെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു. വിസ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തപ്പോഴേക്കും അതിനായിട്ട് എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞൊരു പ്രോസസ്സാണ് ആദ്യം. അപ്പോൾ നമ്മൾ എല്ലാ സ്റ്റേറ്റുകളിലേക്കും നമ്മുടെ ഇൻട്രസ്റ്റ് നമ്മൾ ഇടുക. അപ്പോൾ അങ്ങനെ ഞാൻ ഓസ്ട്രേലിയയിലെ എല്ലാ സ്റ്റേറ്റിലേക്കും എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഇട്ടു. പക്ഷേ മാതാവ് എനിക്ക് ഏതാണ്ട് ഒരു മാസം മുമ്പ് തന്നെ എനിക്ക് വെളിപ്പെടുത്തി തന്നു, മാതാവ് എന്നെ ഏത് സ്ഥലത്തേക്കാണ് കൊണ്ടുപോകുന്നത് എന്നുള്ളത്. കാരണം ഞാൻ അതിന് മുമ്പായിട്ട് മെയ്യിൽ ഈ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റിന് ഇടുന്നതിന് മുമ്പായിട്ട് തന്നെ മെയ്യിൽ ഞാൻ വണക്കമാസം ഞങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ പ്രാർത്ഥനാ ഗ്രൂപ്പുകളിൽ പള്ളിയിൽ പോയി ഓരോ ദിവസവും ഓരോ വണക്കമാസം ചെല്ലുന്ന ഒരു പതിവുണ്ടായിരുന്നു. അപ്പോൾ ഒരു വണക്കമാസം, അതായത് മെയ് 28 വണക്കമാസം ഞങ്ങളുടെ പ്രാർത്ഥനാ സെല്ലിനായിരുന്നു. അപ്പോൾ ഞങ്ങൾ പോയി അവിടെ പക്ഷേ മുൻപേ പ്രിപ്പയർ ചെയ്തോ, അതായത് ഓരോ ഭാഗം ഇന്ന ആൾക്ക് വായിക്കണമെന്നോ അങ്ങനെയൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു സമയത്ത് അതിൻ്റെ വണക്കമാസം ചെല്ലുന്നതിൻ്റെ ഇടയിൽ തന്നെ അതിലെ ഒരു സംഭവം എന്നുള്ള ഒരു പാട്ടുണ്ട്. ആ പാട്ട് എൻ്റെ കയ്യിലേക്ക് തന്നു വായിക്കാനായിട്ട്. അപ്പോൾ ഞാനത് വായിക്കാൻ തുടങ്ങി. ഒരു 2ാമത്തെ സെൻറ്റൻസ് ആയപ്പോഴേക്കും അതിൽ പറഞ്ഞിരിക്കുന്നു, ഓസ്ട്രേലിയയിലെ സിഡ്നിയിലേക്ക് എന്നുള്ളൊരു ആ സംഭവത്തിൽ പറയുന്നുണ്ട്. അപ്പോഴേ എൻ്റെ മനസ്സിൽ മാതാവ് പറഞ്ഞു, നീ അങ്ങോട്ടാണ് പോകുന്നതെന്നുള്ളത്. അപ്പോൾ അതെനിക്കൊരു വലിയൊരു എന്താ പറയുക, ഭയങ്കര ഒരു അനുഭവമായിരുന്നു എനിക്ക്. അത് കഴിഞ്ഞ് ഈ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഇട്ട് വിത്തിൻ 3 ഡേയ്സിൽ എനിക്ക് തിരിച്ചവിടുന്ന് റിപ്ലൈ വന്നു. എനിക്ക് ഇതേ സ്റ്റേറ്റിൽ നിന്ന്, എനിക്ക് ന്യൂ സൗത്ത് വെയിൽസ് എന്ന സ്റ്റേറ്റിൽ നിന്ന് എനിക്ക് ഇൻവിറ്റേഷൻ വന്നു. അങ്ങനെ അവിടുന്ന് അവർ അപ്രൂവ് ചെയ്തു. അങ്ങനെ ഞാൻ വിസയുടെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു. മാതാവിൻ്റെ വലിയൊരു അനുഭവമായിരുന്നു എനിക്ക് ആ ഒരു സംഭവം എന്ന് പറയുന്നത്. അതിനുശേഷം വീണ്ടും വിസയുടെ പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് ബയോമെട്രിക്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ എല്ലാം ഞാൻ കടന്നു പോകേണ്ടി വന്നു. അപ്പോൾ ആ ബയോമെട്രിക്സ് സ്മൂത്തായി പോയി. അതിനിടയ്ക്ക് ഞങ്ങൾ വെക്കേഷനായിട്ട് നാട്ടിൽ വന്നു. ആ വെക്കേഷനായിട്ട് നാട്ടിൽ വന്ന സമയത്താണ് നമ്മൾ മെഡിക്കൽ ചെയ്യുന്നത്. ഈ മെഡിക്കൽ ചെയ്യാനായിട്ട് ഞങ്ങൾ ഫാമിലിയായിട്ട് എല്ലാവരും കൂടെ ചെയ്തു. പക്ഷേ സാധാരണ രീതിയിൽ നമ്മൾ പ്രാർത്ഥിക്കാവുന്ന പ്രാർത്ഥനകളെല്ലാം ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ പോയത്. പക്ഷേ എൻ്റെ മനസ്സിൽ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, എന്നെ മാതാവിൻ്റെ ഒരു നല്ലൊരു സാക്ഷ്യം പറയാൻ എനിക്ക് കൃപ തരണേ എന്നുള്ളത്. അതിൻ്റെ ഫലമായിട്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ മെഡിക്കൽ ചെയ്ത ഉടൻ തന്നെ 2 ദിവസം കഴിഞ്ഞപ്പോൾ എന്നോട് വിളിച്ച് പറഞ്ഞു, ഒരു പോസിറ്റീവ് റിസൾട്ടുണ്ട്, അപ്പോൾ വീണ്ടും എല്ലാം ഒന്ന് റിപ്പീറ്റ് ചെയ്യണമെന്നത്. അപ്പോൾ ഞാൻ ഒത്തിരി അധികം ഭയപ്പെട്ടു. മെഡിക്കലിൽ പോസിറ്റീവ് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്നുള്ള ഒരു ഇതിൽ ഞാൻ ഒത്തിരി അധികം ഭയപ്പെട്ടു. അങ്ങനെ ഞാനും ഫാമിലി, ഞങ്ങളുടെ 2 പേരുടെയും ഫാമിലി വിഷമിച്ചിരിക്കുന്നതായിരുന്നു. നെക്സ്റ്റ് ഡേ തന്നെ വീണ്ടും ടെസ്റ്റുകളെല്ലാം റിപ്പീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ നെക്സ്റ്റ് ഡേയിൽ രാവിലെ തന്നെ ഞാൻ കൃപാസനത്തിലേക്ക് വിളിച്ചു. അച്ഛനെ വിളിച്ചിട്ട് എന്തോ ഭാഗ്യത്തിന് എനിക്ക് ഫസ്റ്റ് കോളിൽ തന്നെ ഇവിടെ എനിക്ക് ആൻസർ ചെയ്തു, അച്ഛനിവിടെ ഉണ്ടെന്നുള്ളത്.
അങ്ങനെ ഞങ്ങൾ 9 മണിയായപ്പോൾ തന്നെ ഇവിടെ വന്നു. അവിടെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് എനിക്ക് അച്ഛനെ കാണാനുള്ളൊരു ഇത് കിട്ടി. അങ്ങനെ സ്ലോട്ട് കിട്ടി. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിക്കാനായിട്ട് ഇവിടെ ഫ്രണ്ടിൽ മുട്ടുകുത്തി. അങ്ങനെ ഒരു 7 പേര് 8 പേര് അങ്ങനെ വെച്ചാണ് അച്ഛനെ ഇടയ്ക്ക് കാണാൻ വരുന്നത്. അപ്പോൾ ഞങ്ങളവിടെ 8 പേര് 7 8 പേര് ഞങ്ങളിവിടെ ഫ്രണ്ടിൽ മുട്ടുകുത്തിയതിൽ അച്ഛൻ എല്ലാവരുടെയും തലയിൽ കൈ വെച്ച് പ്രാർത്ഥിച്ച് ബ്ലസ് ചെയ്തു. അതുപോലെ തന്നെ എല്ലാവർക്കും കാശുരൂപം തന്നു. അങ്ങനെ എൻ്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിച്ച് കാശുരൂപം തന്നിട്ട് അച്ഛൻ മാതാവിൻ്റെ അടുക്കൽ പ്രാർത്ഥിച്ചിട്ട് എൻ്റെ അടുക്കൽ പറഞ്ഞു, നീ 41 ദിവസം കഴിഞ്ഞ് എല്ലാം റിപ്പീറ്റ് ചെയ്യുക, എന്നിട്ട് ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞേക്കണം എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ പക്ഷേ അന്നേ ദിവസം ഞാൻ അവരെന്നോട് റിപ്പീറ്റ് ടെസ്റ്റുകളെല്ലാം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ ചെന്ന് വീണ്ടും ടെസ്റ്റ് ചെയ്തു. അന്ന് തന്നെ എനിക്ക് റിസൾട്ടുകളെല്ലാം നെഗറ്റീവായി കിട്ടി. ദൈവത്തിന് 1000 നന്ദി. അതിനുശേഷം ഈ അച്ഛൻ്റെ 41 ദിവസം എന്ന് പറഞ്ഞത് അതെൻ്റെ മനസ്സിലുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ഈശോയെ വീണ്ടും 41 ദിവസം പറയുന്നത്? അപ്പോൾ നമ്മൾ ഈ റിസൾട്ടുകളെല്ലാം അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് വീണ്ടും ഒരു ഡോക്ടറിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് കൂടെ വേണമെന്നുള്ളത് അവർ പറഞ്ഞു. അങ്ങനെ വീണ്ടും ഞാൻ വീണ്ടും പിന്നെ എനിക്ക് അന്നേരം ലീവ് തീർന്നു. അപ്പോൾ ഞാൻ വീണ്ടും തിരിച്ച് അബുദാബിക്ക് പോയി. വീണ്ടും എനിക്ക് തിരിച്ച് വരാൻ സാധിക്കുന്നത് ഏതാണ്ട് ഒരു ഒക്ടോബറോടുകൂടിയാണ്. അതിൻ്റെ ഇടയ്ക്ക് അതോടൊപ്പം തന്നെ എനിക്ക് ജപമാല റാലിയിലെല്ലാം പങ്കെടുക്കണമെന്നൊക്കെ ഉള്ളൊരു വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഇതിനായിട്ടൊന്നും മുൻകൂട്ടി ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ എനിക്ക് എല്ലാം ദൈവം ക്രമീകരിച്ച് തന്ന് എനിക്ക് ഒക്ടോബറിൽ ജപമാല റാലിയിൽ പങ്കെടുക്കാനും സാധിച്ചു. അതിനുശേഷം ആ വരവിൽ തന്നെ എനിക്ക് വീണ്ടും മെഡിക്കൽ ഒന്നുകൂടെ ഞാൻ ചെയ്ത് ഡോക്ടറിൻ്റെ അടുക്കൽ പോയി. എനിക്ക് അന്ന് വന്ന റിസൾട്ട് ഇത് ഫോൾസ് പോസിറ്റീവാണെന്ന് ഡോക്ടർ ഡിക്ലെയർ ചെയ്തുകൊണ്ട് എനിക്ക് സർട്ടിഫിക്കറ്റ് തന്നു. ആ സർട്ടിഫിക്കറ്റ് എനിക്ക് വെക്കാനും സാധിച്ചു. ഇത് മാതാവ് ഈശോയും എന്നെ ഒരു വലിയ സഹനത്തിൽ കൂടെ കടത്തിക്കൊണ്ട് പോയതായിരുന്നു. അതുപോലെ തന്നെ എന്നെ ഒരു വലിയ സാക്ഷിയാക്കാനായിട്ട് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അത് ചെയ്യാനായിട്ട് തന്നെ ദൈവം എനിക്ക് ഇടവരുത്താനുള്ളൊരു വഴിയായിട്ട് ദൈവം ഒരുക്കി തരുമായിരുന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ അതിനുശേഷം ജനുവരി 8-ാം തീയതി എനിക്ക് ഓസ്ട്രേലിയയിലേക്കുള്ള വിസ ഗ്രാൻഡായി കിട്ടി, എനിക്കും ഫാമിലിക്കും. അങ്ങനെ അതും ദൈവത്തിൻ്റെ വലിയൊരു കൃപയായിരുന്നു. അതിനുശേഷം ഞാൻ ജോലിക്കായിട്ട് ശ്രമിച്ചുകൊണ്ടിരുന്നു. ആ ജോലിക്കായിട്ട് ശ്രമിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇതുപോലെ തന്നെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന സമയങ്ങളിലൊക്കെ ജപമാലയും അതുപോലെ തന്നെ വിശുദ്ധ വസ്തുക്കളും എല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത്. ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത സമയത്ത് മാതാവ് കൂടെ ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിച്ചു. പക്ഷേ എനിക്കൊരു 2 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഇൻ്റർവ്യൂ കിട്ടുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. കാരണം എനിക്ക് ഒത്തിരി പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അതും വീണ്ടും എനിക്ക് നെക്സ്റ്റ് എൻ്റെ ബർത്ത്ഡേയുടെ സമയത്ത് ആ ബർത്ത്ഡേയുടെ ഗിഫ്റ്റായിട്ട് തന്നെ മാതാവ് എനിക്ക് ജോബ് ഓഫർ അതേ ദിവസം തന്നെ എനിക്ക് തന്ന് മാതാവിനെ അനുഗ്രഹിച്ചു. ഈശോയ്ക്ക് മാതാവിന് 1000 നന്ദി പറയുന്നു ഇത്രയധികം അനുഗ്രഹങ്ങൾ നൽകിയതിന്. പിന്നെ അതിനുശേഷം ഞാൻ അതുപോലെ തന്നെ ഇതുപോലെ ഈ സഹനത്തിൽ കൂടെ പോയപ്പോഴൊക്കെ എനിക്ക് വേറൊരു ഇത് തന്ന ദൈവം എൻ്റെ കുടുംബത്തെ എൻ്റെയും ഹസ്ബൻഡിൻ്റെയും ഒക്കെ കുടുംബത്തെ അതിനായിട്ടെല്ലാം ഒരുക്കി. വളരെയധികം സപ്പോർട്ട് കൂടി എല്ലാവരും കൂടെ നിന്നു. അതുപോലെ തന്നെ അതിന് മുമ്പായിട്ട് തന്നെ മാതാവ് മെഡ്ജുഗോറി എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്ന് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നൊരു ചേച്ചിയുടെ കയ്യിൽ മാതാവ് എനിക്കൊരു കൊന്ത തന്നു വിട്ടു. അത് കറക്റ്റ് ഗ്രേ കളറിലുള്ള മാതാവിൻ്റെ ഒരു കൊന്ത തന്നെയായിരുന്നു. ഇതെല്ലാം മാതാവ് എനിക്കൊരു അടയാളമായിട്ട് തരുമായിരുന്നു. അതായത് നമ്മൾ ആ പ്രാർത്ഥനയിൽ മുറുകെ പിടിക്കാനുള്ളൊരു ധൈര്യം കൂടുതൽ തരുന്നതുകൊണ്ടാണ് മാതാവിനെ നടത്തിയത്. ഇതിനെല്ലാം ശേഷം പിന്നീട് അതുപോലെ തന്നെ എനിക്കെൻ്റെ ചെറുപ്പത്തിലുള്ളൊരു ആഗ്രഹമായിരുന്നു ബൈബിളിനെ പറ്റി ഒന്ന് പഠിക്കണമെന്നുള്ളത്. അങ്ങനെ അതിനും ദൈവം ഇതിന് ശേഷം അതായത് ജോലി കിട്ടുന്ന ആ സമയത്തോടു കൂടി തന്നെ അതിനും ഉള്ള വഴിയെല്ലാം ഒരുക്കി. എനിക്കറിയാവുന്ന ഒരു ചേച്ചി വഴി അത് ഞാനായിട്ട് അങ്ങോട്ട് പറയുകയോ ഒന്നും ചെയ്തതല്ല. ഒരു ദിവസം ഈ ചേച്ചി വന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു, ബൈബിൾ ക്ലാസ്സിൽ ബൈബിൾ പഠിക്കാൻ ആഗ്രഹമുണ്ടോ എന്ന്. അപ്പം എൻ്റെ മനസ്സിലുണ്ടായിരുന്നൊരു കാര്യം തന്നെ ദൈവം ഇങ്ങോട്ട് വന്ന് ചോദിച്ച ഒരു അവസ്ഥയായിരുന്നത്. അപ്പം ഞാനങ്ങനെ അതിനകത്ത് ചേർന്നു. അതും വളരെ സക്സസ്ഫുള്ളായിട്ട് ഇപ്പോൾ ഒരു 53 ക്ലാസ്സിന് അധികം എനിക്കിപ്പോൾ കൂടാൻ സാധിച്ചു. അതുവഴിയെല്ലാം ഈശോയോട് എനിക്ക് കൂടുതൽ അടുക്കാനും സാധിച്ചു. ഇതെല്ലാം എനിക്ക് ഒത്തിരി അനുഗ്രഹം എനിക്ക് കൃപാസന ഉടമ്പടി വഴി ലഭിച്ച അനുഗ്രഹങ്ങളാണ്. അതുപോലെ തന്നെ പിന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്തത് ഞാൻ ഏത് എക്സാമിന് പോകുമ്പോഴും അവിടെയെല്ലാം വെച്ച്
എൻ്റെ കയ്യിലുള്ളത് എന്ത്, അതായത് ഒന്നെങ്കിൽ ആദ്യം ഞാൻ ഐക്യുവിന് പോയപ്പോഴേക്കും ഞാൻ ജപമാലയുടെ പറ്റിയുള്ളൊരു എക്സ്പ്ലനേഷൻ ആയിരുന്നു, അത് ഞാൻ അവിടെ കൊടുത്തു. അതുപോലെ തന്നെ പിന്നീട് എൻ്റെ ഈ പത്രമായിട്ടും അല്ലെങ്കിൽ ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന, ഉടമ്പടി പ്രാർത്ഥനയും പ്രിൻ്റ് എടുത്തതായിട്ട് അല്ലെങ്കിൽ കാശ് രൂപമായിട്ട് എനിക്കറിയാവുന്ന ആൾക്കാരുടെ കയ്യിലൊക്കെ കൊടുക്കാനും അതുപോലെ തന്നെ പ്രാർത്ഥിക്കാനും അനുഭവങ്ങൾ പറയാനും ഒക്കെയുള്ള കൃപ അവർക്കെല്ലാം അവരോടെല്ലാം പറയാനുള്ള കൃപ എനിക്ക് ദൈവം തന്നു. അതുപോലെ തന്നെ എല്ലാ ദിവസവും എനിക്ക് സ്റ്റാറ്റസിൽ, എല്ലാ ദിവസവും അല്ല, നമ്മുടെ ചൊവ്വാഴ്ചത്തെ ഉടമ്പടി ധ്യാനവും സ്റ്റാറ്റസിൽ ഷെയർ ചെയ്യാൻ, പത്രം പള്ളിയിൽ കൊടുക്കാനും ഇവിടെ ബസ് സ്റ്റാൻഡുകളിലും ഒക്കെ ഞാൻ കൊടുക്കാനൊക്കെയുള്ള കൃപ ദൈവം എനിക്ക് തന്നു. അതൊക്കെയാണ് പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്തത്. പിന്നെ കാരുണ്യ പ്രവൃത്തികളായിട്ടെന്ന് പറഞ്ഞാൽ എന്നെക്കൊണ്ട് സാധിക്കുന്ന വിധത്തിലൊക്കെ എനിക്ക് സാമ്പത്തിക സഹായമൊക്കെ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് നമുക്ക് അറിയാവുന്നവരായിട്ടുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാരൊക്കെ നമ്മളുടെ അടുക്കൽ വന്ന് ചോദിക്കുമ്പോഴൊക്കെ അവർക്കുള്ള സഹായം കൊടുക്കുകയും, അതുപോലെ തന്നെ ഞാൻ അറിയാവുന്ന 1-2 അതായത് ഈ വൃദ്ധസദനങ്ങളിലും, അതായത് അതുപോലെ ഒരു ക്യാൻസർ രോഗികളെ നോക്കുന്നൊരു സ്ഥലം കോട്ടയത്തുണ്ട്. അപ്പോൾ അവിടെയുമൊക്കെ എനിക്ക് സാമ്പത്തികമായിട്ട് ഇടയ്ക്കിടയ്ക്ക് സഹായം ചെയ്യാൻ സാധിക്കാറുണ്ട്. അതുപോലെ തന്നെ അവിടെ എനിക്ക് എന്ന് വെക്കേഷൻ വന്നാലും ഒരു ദിവസമെങ്കിലും അവിടെ പോയി ഒന്ന് ശുശ്രൂഷിച്ച് ഒരു ദിവസം ചെയ്യാനുള്ള കൃപ എനിക്ക് ദൈവം തന്നു. പിന്നെ അബുദാബിയിലായിരുന്നപ്പോഴാണേലും ഓരോ ദിവസം, അതായത് ആഴ്ചയിൽ ഒന്നെന്നുള്ള രീതിയിൽ നമ്മൾ വെളിയിൽ അവിടെ വെയിലത്തൊക്കെ പണിയെടുക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നമുക്ക് ഫുഡ് മേടിച്ചു കൊടുക്കാൻ, അതായത് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഒരു 5-10 പൊതി വാങ്ങിച്ചു കൊടുക്കാനുള്ള കൃപ തന്നു. അതൊക്കെ കിട്ടുമ്പോൾ അവർക്ക് ഒത്തിരി സന്തോഷമാണ്. അപ്പോൾ അതും ദൈവത്തിന് മഹത്വം. ഞാനിപ്പോൾ അവരോട് പറയും ഗോഡ് ബ്ലെസ് യു എന്ന് പറഞ്ഞിട്ട് ഞാൻ എപ്പോഴും കൊടുക്കാറുള്ളത്. അങ്ങനെ അല്ലാതെ അതിൽ കൂടുതൽ നമുക്ക് അവിടെ ചെയ്യാനായിട്ട് റെസ്ട്രിക്ഷൻ ഉള്ളത് കാരണമാണ് കൂടുതലും ഞാൻ അല്ലാതെയുള്ള പ്രേക്ഷിത പ്രവർത്തനങ്ങൾ പള്ളിയിൽ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ആത്മീയ വളർച്ച എന്ന് പറഞ്ഞാൽ എനിക്കും എൻ്റെ കുടുംബത്തിനും, അതായത് പ്രത്യേകിച്ച് ഹസ്ബൻഡിനാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും എല്ലാം ഈശോയിലേക്ക് കൂടുതൽ അടുത്ത് വരാനുള്ളൊരു കൃപ ദൈവം തന്നു. അതുപോലെ തന്നെ എല്ലാ ദിവസവും കുരിശ് വരയ്ക്കാനും പറ്റുന്ന ദിവസങ്ങളിൽ, അതായത് എനിക്ക് ഓഫുള്ള എല്ലാ ദിവസങ്ങളിലും എനിക്ക് പള്ളിയിൽ പോകാനുള്ള കൃപ എനിക്ക് തന്നു. അതായത് പള്ളിയിൽ പോകുന്നില്ലെങ്കിൽ നമുക്കുള്ളൊരു ബുദ്ധിമുട്ടായിട്ടുള്ള ഫീൽ ചെയ്യുന്നു. അങ്ങനെ ആ ഒരു ഇതിലേക്ക് എന്നെ ദൈവം വളർത്തി. അതുപോലെ തന്നെ അവിടെ യുദ്ധമൊക്കെ നടന്ന സമയങ്ങളിലാണെങ്കിൽ പോലും പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, എന്തിനാ ഇങ്ങനെയുള്ള റിസ്ക് ഉള്ള സമയങ്ങളിലൊക്കെ പള്ളിയിൽ പോകുന്നത് രാവിലെ എന്ന്. 10-30 കിലോമീറ്റർ എനിക്ക് ഡ്രൈവ് ചെയ്ത് പോകണം. പക്ഷേ എങ്കിലും ആ സമയത്തൊക്കെ എന്താ പറയുക, ഈശോ വചനങ്ങൾ നൽകി എന്നെ ശക്തിപ്പെടുത്തിക്കൊണ്ടിരുന്നു. അങ്ങനെ എനിക്ക് ആ ദിവസങ്ങളിലെല്ലാം കുർബാന കൂടാനുള്ള കൃപയൊക്കെ എനിക്ക് ദൈവം തന്നു. അങ്ങനെ ഓരോ നിമിഷവും അനുദിനം കാത്തുകൊള്ളുന്ന പരിശുദ്ധ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. അവിടുന്ന് അരുൾ ചെയ്തു, ഞാൻ നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കും, ഞാനാണ് നിന്നെ അയക്കുന്നത്. പുറപ്പാടിൻ്റെ പുസ്തകം 3-ാം അധ്യായം 12-ാം വചനമാണ്. ഉടമ്പടി മക്കളുടെ ജീവിതത്തിലും മരിയൻ ഉടമ്പടിയിൽ നമ്മളും ഈശോയോടും അമ്മയോടും ചേർന്ന് നിൽക്കുമ്പോൾ ദൈവം നമ്മോട് പറയുന്നതും അതുതന്നെയാണ്, നീ ഒറ്റയ്ക്കല്ല, ഞാൻ നിന്നോട് കൂടെ ഉണ്ട് എന്നാണ്. ആ വാഗ്ദാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ടാണ് നാം ഉടമ്പടി നിബന്ധനകൾ പാലിച്ച് ഉടമ്പടിക്ക് അനുസരിച്ച് നാം മുന്നോട്ട് ജീവിതം നയിക്കുന്നത്. ഈശോയും അമ്മയും ചേർന്ന് നിന്ന് ആ ദൈവ സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞ ഒരു നല്ല പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് മെറിൻ ജോയ് നമ്മളോട് പങ്കുവച്ചത്. ഓസ്ട്രേലിയയിലേക്കുള്ള പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് ഓരോ പേപ്പർ വെക്കുമ്പോഴും ഓരോ ഇൻ്റർവ്യൂവിന് പോകുമ്പോഴും എല്ലാം ഈശോയുടെയും അമ്മയുടെയും സാന്നിധ്യം എങ്ങനെ അടുത്തറിഞ്ഞ് ആ സാന്നിധ്യത്തിൽ കൂടെ യാത്ര ചെയ്യുന്ന ആ ഈശോയുടെ സാന്നിധ്യം മനസ്സിലാക്കി അനുഭവിച്ചറിഞ്ഞ ഒരു സാക്ഷ്യമാണിത്. ആദ്യമായിട്ട് IQN എക്സാം പോയപ്പോഴും വെഞ്ചരിച്ച് ഉപ്പ് കയ്യിൽ വെച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് പോയതിൻ്റെ ഫലമായിട്ട് IQN എക്സാം പാസ്സാകാൻ സാധിച്ചു. പിന്നീടുണ്ടായിരുന്ന OSCE എക്സാമാണ്. അതും അതുപോലെ തന്നെ എല്ലാ രീതിയിലും ഈശോയുടെ അമ്മയുടെ സാന്നിധ്യമാണ്. മഴവില്ലിൻ്റെ രൂപത്തിലാണ് ആ പരീക്ഷയ്ക്ക് പോയപ്പോൾ അമ്മയുടെ സാന്നിധ്യം, ഞാൻ നിൻ്റെ കൂടെയുണ്ട് മകളെ എന്ന് പറഞ്ഞുകൊണ്ട് മഴവില്ല് കാണിച്ചുകൊണ്ടാണ് അമ്മയുടെ സാന്നിധ്യം മനസ്സിലാക്കിയത്. അത് ഈ മകളുടെ സാക്ഷ്യത്തിൽ പറഞ്ഞത്, മാതാവ് എന്നെ ഓർക്കുന്നുണ്ട് എന്ന് എന്നെ ഓർമ്മിപ്പിച്ചു എന്നാണ് ആ മഴവില്ല് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായെന്നാണ്. ആ ദൈവത്തിൻ്റെ സാന്നിധ്യവും അമ്മയുടെ ആ കൂടെയുള്ള അമ്മയുടെ ആ വാത്സല്യവും കരുണയും ആ പ്രസൻസ് ഈ മകൾക്ക് ഫീൽ ചെയ്യാൻ സാധിച്ചു.
തന്നെയുമല്ല ഓസ്കി എക്സാമിന് പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന എക്സാമിനേഴ്സ് എല്ലാം ഗ്രേ കളറിലുള്ള ഡ്രസ്സാണ് ഇട്ടിരുന്നത്. അപ്പോൾ തന്നെ മനസ്സിലായി അവിടെയും ഒരു ഉറപ്പാണ്, അമ്മ എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള ഉറപ്പ്. ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ പലപ്പോഴും നാം ഓരോ സാക്ഷ്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അമ്മയുടെ പ്രസൻസ് മനസ്സിലാക്കുന്നത് പല അടയാളങ്ങളിൽ കൂടെയാണ്. കളറിൽ കൂടെയും മഴവില്ലിൽ കൂടെയും മെഴുകുതിരിൽ കൂടെയും ഒക്കെ അമ്മയുടെ സാന്നിധ്യം അമ്മയുടെ മക്കൾക്ക് തിരിച്ചറിയിക്കുന്നതാണ്. അങ്ങനെ തന്നെ ഈ മകൾക്കും എക്സാം ടഫായിരുന്നെങ്കിൽ തന്നെയും പക്ഷേ മകളുടെ കൂടെ അമ്മ കൂടെ ഉണ്ടെന്നുള്ളൊരു സാന്നിധ്യമാണ് ആ മഴവിലൂടെയും ആ ഗ്രേ കളറിലൂടെയൊക്കെ അമ്മ പറഞ്ഞു കൊടുത്തത്. അങ്ങനെയാണ് ഓസ്കി എക്സാമും അമ്മ തന്നെ ഒരു ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് തന്നെയാണ് ആ റിസൾട്ട് നൽകിയത്. 60 പേരിൽ 3 പേരാണ് സെലക്റ്റായത്. ആ 3 പേരിൽ മെറിൻ്റെ പേര് ആവണമെങ്കിൽ അത് അമ്മയുടെ ഒരു വലിയ പരിശുദ്ധ അമ്മയുടെ ഈശോയുടെ ഒരു വലിയ കൃപയാണ്. അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ലഭിച്ച ഒരു വലിയ അനുഗ്രഹമാണ്. ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് തന്നെയായിട്ടാണ് ഈ മകൾക്ക് ഓസ്കി എക്സാമിൻ്റെ റിസൾട്ട് വന്നത് ഫെബ്രുവരിയിൽ. പിന്നീട് OET എക്സാമാണ്. അവിടെയും ഈ എക്സാമിനെല്ലാം ഈ മകൾ പറയുന്നത് ദൈവത്തിൻ്റെ കൃപയാണ്. നോട്ട് ബൈ മൈ മെറിറ്റ് ബട്ട് ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ്. ഇതിവിടെയെല്ലാം 60 പേരിൽ 3 പേര് സെലക്ട് ചെയ്ത് ആ 3 പേരിൽ മെറിൻ്റെ പേരാണെങ്കിൽ അത് ദൈവത്തിൻ്റെ കൃപയാലാണ്. അങ്ങനെയാണ് വീണ്ടും OET എക്സാം എഴുതുകയും പിന്നീട് വിസയ്ക്ക് വേണ്ടി ഉള്ള പ്രൊസീഡിങ് സ്റ്റാർട്ട് ചെയ്യുകയും അതിന് തന്നെയാണ് എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് EOI എന്ന പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുകയും അവിടെയും ഈശോയുടെയും അമ്മയുടെയും വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. അതായത് മെയ് മാസത്തിലെ വണക്കം മാസം വായിച്ചുകൊണ്ടിരുന്നപ്പോൾ അതിനിടയിലുണ്ടായിരുന്ന ഓസ്ട്രേലിയ സിഡ്നി എന്ന നെയിംസ് ഈ മകൾക്കൊരു വെളിപ്പെടുത്തലായിരുന്നു. മകളെ നീ അങ്ങോട്ട് തന്നെ പോകുമെന്നുള്ള ഒരു വെളിപ്പെടുത്തൽ. ഈശോയുടെ അമ്മയുടെ ചേർന്ന് നിൽക്കുമ്പോൾ ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ നമുക്കറിയാം, പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ ഡിസംബർ 7-ാം തീയതി 2004 ഉച്ചകഴിഞ്ഞ് 2:30 അമ്മ വന്നപ്പോൾ അമ്മ ഒരു മെസ്സേജുമായിട്ടാണ് വന്നത്. അതായത് ദുരന്തം ഉണ്ടാകാൻ പോകുന്നു, പ്രാർത്ഥിക്കുക എന്ന ഒരു മെസ്സേജ്. നമ്മുടെ ജീവിതത്തിൽ ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന കാര്യമൊക്കെ മുൻകൂട്ടി പറയുന്ന ഒരമ്മയാണ് കൃപാസന അമ്മ. ഈ മകൾക്കുള്ള ആ വെളിപ്പെടുത്തലും പോകാൻ പോകുന്ന സ്ഥലവും വെളിപ്പെടുത്തി കൊടുക്കുകയാണ് അമ്മ. ഉടമ്പടി മക്കൾ ഉടമ്പടിയിൽ നിബന്ധനകളനുസരിച്ച് പാലിച്ച് ജീവിക്കുമ്പോൾ ഈശോയും അമ്മയും ഓരോ കാര്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. അങ്ങനെയാണ് ഈ മകൾക്ക് അന്നൊരു മനസ്സിലൊരു ഫീലിംഗ്, ഒരു വെളിപ്പെടുത്തൽ പോലെ ഒരു ഫീലിംഗ് വന്നു, ഓസ്ട്രേലിയ സിഡ്നിയിലേക്ക് തന്നെ എനിക്ക് ജോലി കിട്ടുമെന്ന്. ആ വെളിപ്പെടുത്തലിനെ തുടർന്ന് തന്നെയാണ് വീണ്ടും അത് കൺവിൻസായിട്ട് കൺഫേം ആകുന്നത്. അങ്ങോട്ട് തന്നെയാണ് പിന്നീട് ജോലി കിട്ടുന്നത്. പിന്നീടുണ്ടായിരുന്ന ഒരു തടസ്സമായിരുന്നു മെഡിക്കലിൻ്റെ. അത് പോസിറ്റീവായിട്ട് വന്നപ്പോഴും അവിടെ ഒരു കൂടുതൽ തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കുകയാണ്. ഈശോയുടെ അമ്മയോടും ചേർന്ന് നിന്ന് ഉടമ്പടി തൈലവും ഉടമ്പടി നേർച്ച വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചു. ഇവിടെ വന്ന് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ടു. അച്ഛൻ്റെ ബ്ലെസ്സിങ് മേടിച്ചു. അച്ഛൻ പറഞ്ഞത് 41 ദിവസം കഴിഞ്ഞ് ടെസ്റ്റ് റിപ്പീറ്റ് ചെയ്യുക, പിന്നീട് വന്ന് സാക്ഷ്യം പറയണമെന്നാണ്. ആ മെസ്സേജ് ഒരു പക്ഷേ അച്ഛന് കൊടുത്തത് കൃപാസനം അമ്മ തന്നെയാണ്. അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ പുണ്യസ്ഥലത്ത് വന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കണ്ണീരൊപ്പുന്ന ആ അമ്മയാണ് നമ്മുടെ ഓരോ കാര്യം ഈശോയിലേക്ക് കൊണ്ടുപോകുന്നത്. ആ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് ജോസഫ് അച്ഛന് പരിശുദ്ധ അമ്മ തന്നെ, കൃപാസനം അമ്മ തന്നെ വെളിപ്പെടുത്തി കൊടുത്തതാണ് 41 ദിവസത്തിന് ശേഷം ടെസ്റ്റ് റിപ്പീറ്റ് ചെയ്യാൻ. അങ്ങനെ ഈ മകൾ ടെസ്റ്റ് റിപ്പീറ്റ് ചെയ്തു 41 ദിവസം കഴിഞ്ഞതിന് ശേഷം. അങ്ങനെ ആ ടെസ്റ്റ് പിന്നീട് എല്ലാം ക്ലിയറായി, മെഡിക്കൽ ക്ലിയർ ആകാൻ സാധിച്ചു. പിന്നീട് അച്ഛൻ പറഞ്ഞ പ്രകാരമാണ് ഇന്ന് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് ഇന്ന് ഈ മകൾ വന്നിരിക്കുന്നത്, അമ്മയ്ക്ക് നന്ദി പറയുവാനായിട്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഈശോയും അമ്മയെ നടത്തി കൊടുത്തു. ജാനുവരി 8-ാം തീയതി ഓസ്ട്രേലിയക്കുള്ള വിസ കിട്ടി. ഓഫർ ലെറ്റർ ബർത്ത്ഡേയുടെ ഗിഫ്റ്റായിട്ട് വീണ്ടും ഫെബ്രുവരി 19-ാം തീയതി മകളുടെ ബർത്ത്ഡേ ആണ്. ആ ബർത്ത്ഡേയുടെ അന്ന് തന്നെയാണ് ഡേറ്റ് കിട്ടിയത്. അങ്ങോട്ട് ഓസ്ട്രേലിയക്ക് പോകുവാനായിട്ടുള്ള ഓഫർ ലെറ്റർ വന്നത്. എല്ലാം ഈശോയുടെയും അമ്മയുടെയും ഒരു വലിയ കൃപയായിട്ടാണ് ഈ മകൾ സാക്ഷ്യപ്പെടുത്തുന്നത്. തന്നെയുമല്ല ഒരു ആഗ്രഹമുണ്ടായിരുന്നു, ബൈബിൾ പഠിക്കണം. ആ ബൈബിൾ പഠിക്കാനുള്ള ആഗ്രഹത്തോടു കൂടി ബൈബിൾ കോഴ്സ് അറ്റൻഡ് ചെയ്യുവാനും സാധിച്ചു. ഇതെല്ലാം ഈശോയുടെയും അമ്മയുടെ ഒരു വലിയ കൃപയാണ്. ഈ കൃപയൊക്കെ ലഭിക്കണമെങ്കിൽ, ഈ അനുഗ്രഹം ലഭിക്കണമെങ്കിൽ അത്രമാത്രം ശ്രദ്ധയോടെ തീഷ്ണതയോടെ ഉടമ്പടി നിബന്ധനകൾ പാലിച്ചിരിക്കാം. കാരണം യുദ്ധത്തിൻ്റെ സമയത്ത് പോലും കുർബാന തടസ്സപ്പെടാതെ കുർബാനയ്ക്ക് പോവുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്ത് ഈശോയുടെയും അമ്മയുടെയും ഒരു വലിയ അനുഗ്രഹത്തിന് വേണ്ടിയിട്ടാണ്. ആ അനുഗ്രഹമാണ്
ഇന്ന് പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി ഈ മകളെ ഇന്ന് മാറ്റിയത്. ആ ആത്മീയതയിൽ ആത്മീയ പാതയിലൂടെ സഞ്ചരിക്കാനുള്ള ആ തീഷ്ണത, മറ്റുള്ളവരെ സഹായിക്കാനും കാരുണ്യപ്രവർത്തി ചെയ്യുവാനും ആത്മീയ ജീവിതം നയിക്കുവാനുമുള്ള ആത്മാർത്ഥതയും വിശ്വസ്തതയും കണ്ടുകൊണ്ടാണ് ഇന്ന് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് മെറിൻ വന്നിരിക്കുന്നത്. മെറിന് കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.